ശബരിമലയിൽ ഉത്സവർ വിഗ്രഹം നിർമ്മിക്കാനെന്ന പേരിൽ വൻതോതിൽ പണപ്പിരിവ് നടത്തിയ സംഭവത്തിൽ അന്വേഷണം നിലച്ചു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു അന്വേഷണം ആരംഭിച്ചത്. തമിഴ്നാട് ഉൾപ്പെടെയുള്ള ദക്ഷിണ ഭാരതത്തിലെ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പണപ്പിരിവ് നടത്തിയത്. ദേവസ്വം ബോർഡിന്റെ അറിവോടെയാണ് പണപ്പിരിവ് നടന്നതെന്നായിരുന്നു പരാതി. സന്നിധാനത്ത് ഉത്സവർ വിഗ്രഹം നിർമ്മിക്കാനെന്ന പേരിൽ നടന്ന പണപ്പിരിവ് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറാണ്. തുടർന്ന് സംഭവത്തിൽ അന്വേഷണം നടത്താൻ ഹൈക്കോടതി പോലീസിനോട് നിർദ്ദേശിച്ചു. പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമത്തിന് മുമ്പ് ആരംഭിച്ച അന്വേഷണം ഇപ്പോൾ നിലച്ച മട്ടാണ്. പണപ്പിരിവ് നടത്തിയ തമിഴ്നാട് ഈറോഡ് ലോട്ടസ് ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ EK സഹദേവൻ, ശില്പിയും ചിത്രകാരനുമായ J വെങ്കിടേഷ് എന്നിവരുടെ മൊഴിയെടുക്കുക മാത്രമാണ് അന്വേഷണത്തിൽ ഇതുവരെ ചെയ്തിട്ടുള്ളത്. പണപ്പിരിവ് നടത്തിയത് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്നാണ് ഇവർ മൊഴി നൽകിയത്. സന്നിധാനത്ത് പ്രതിഷ്ഠിക്കാൻ 2 അടി ഉയരവും 108 കിലോ തൂക്കവും വരുന്ന പഞ്ചലോക വിഗ്രഹം നിർമ്മിക്കാനെന്ന പേരിലായിരുന്നു പണപ്പിരിവ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അനുമതി വ്യക്തമാക്കി ദേവസ്വം സെക്രട്ടറി 2025 ജൂലൈ 4 പുറത്തിറക്കിയ ROC 55 നമ്പർ ഉത്തരവും നോട്ടീസിനൊപ്പം ചേർത്തിരുന്നു. തന്ത്രിയെ അറിയിക്കുകയോ ദേവപ്രശ്നം നടത്തുകയോ ചെയ്യാതെയാണ് പണപ്പിരിവ് നടത്താൻ ബോർഡ് അനുമതി നൽകിയതെന്നാണ് ആരോപണം. 9 ലക്ഷം രൂപയാണ് വിഗ്രഹ നിർമ്മാണത്തിന് ചെലവ് കണക്കാക്കിയിരുന്നത്. ജനം, പത്തനംതിട്ട.